ബഹിരാകാശ ഗവേഷണ രംഗത്ത് റോക്കറ്റ് വേഗത്തിലാണ് നമ്മുടെ രാജ്യം കുതിക്കുന്നത്. ഒരു കാലത്ത് നാസയുടെ വാതിലിൽ മുട്ടിയിരുന്ന നമ്മൾ സൂര്യനെയും ചന്ദ്രനെയും തൊട്ടു. മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയച്ച മറ്റൊരു ചരിത്രം കൂടി രചിക്കാൻ ഒരുങ്ങുകയാണ് നമ്മുടെ രാജ്യം. ഇതിനിടെ ചൊവ്വയുടെ രഹസ്യങ്ങൾ തേടിയിറങ്ങാൻ മംഗൾയാൻ 2 അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ചൊവ്വയിലെ പര്യവേഷണത്തിനായുള്ള മംഗൾയാൻ 1 വിക്ഷേപണം ഇന്ത്യക്ക് വലിയ നേട്ടമായിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ISRO വീണ്ടും ചൊവ്വയിലേക്ക് തിരിക്കുന്നത്. നമ്മുടെ ബഹിരാകാശ ഗവേഷണ മേഖലയെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്ന ദൗത്യം കൂടിയാണ് മംഗൾയാൻ 2. എന്തുകൊണ്ടാണ് ചൊവ്വയുടെ രഹസ്യങ്ങൾ തേടി ISRO വീണ്ടും യാത്രയാകുന്നത്? ഇതിന് 3 കാരണങ്ങളുണ്ടെന്നാണ് നമ്മുടെ ഗവേഷകർ പറയുന്നത്. ഏറെക്കുറെ ഭൂമിക്ക് സമാനമായ അന്തരീക്ഷമുള്ള ഗ്രഹമാണ് ചൊവ്വ. അതുകൊണ്ട് തന്നെ ചൊവ്വയിൽ മനുഷ്യവാസം സാധ്യമാകുമോ എന്ന് കണ്ടെത്തുക എല്ലാ രാജ്യങ്ങൾക്കും ഒരുപോലെ താല്പര്യമുള്ള വിഷയമാണ്. ഈ താല്പര്യവും കൗതുകവുമാണ് മംഗൾയാൻ 2ലേക്ക് ISROയെ നയിച്ച ഒന്നാമത്തെ കാരണം. ഒരു കാലത്ത് ചൊവ്വയിൽ സമൃദ്ധമായ ജലവും നദികളും ഉണ്ടായിരുന്നുവെന്നാണ് ഗവേഷകർ പറയുന്നത്. ഭൂമിക്ക് സമാനമായ രീതിയിലുള്ള ചൂടേറിയ കാലാവസ്ഥയും ഉണ്ടായിരുന്നതായുള്ള തെളിവുകൾ ഗവേഷകർക്ക് ലഭിച്ചിട്ടുണ്ട്. ചൊവ്വയിലെ കാലാവസ്ഥയും ISROയിലെ ഗവേഷകരിൽ താല്പര്യം ജനിപ്പിക്കുന്നതാണ്. അഗ്നിപർവ്വതങ്ങൾ, ഉൽക്കാപതനം തുടങ്ങിയവയെക്കുറിച്ച് പഠിക്കലാണ് മംഗൾയാൻ 2നായുള്ള അടുത്ത കാരണം. ഇവയെല്ലാം ചൊവ്വയുടെ ഉദ്ഭവം, വികാസം എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നൽകും. അതുവഴി ഭൂമിയുടെ ഉദ്ഭവം, വികാസം എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതിലേക്കും ഇത് വഴിവെക്കും. ചൊവ്വയിലേക്കുള്ള റോബോട്ടിക് ദൗത്യങ്ങൾ ഭാവിയിലെ മനുഷ്യ പര്യവേഷണത്തിന്റെ ചിലവും അപകട സാധ്യതയും കുറയ്ക്കാൻ സഹായിക്കുമെന്നതാണ് മറ്റൊരു കാരണം. മംഗൾയാൻ 1നെ അപേക്ഷിച്ച് മംഗൾയാൻ 2 ISROയെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. ബഹിരാകാശ പര്യവേഷകർ എന്ന നിലയിൽ ഇന്ത്യയുടെ വലിയ നേട്ടത്തിലേക്ക് വഴിവെക്കുന്ന ഒന്നാകും മംഗൾയാൻ 2. 2050 ചൊവ്വയിൽ മനുഷ്യവാസം സാധ്യമാകുമെന്നാണ് ഗവേഷകർ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ നേട്ടത്തിൽ നിർണായക സ്ഥാനം നമ്മുടെ രാജ്യത്തിനുണ്ടാകുമെന്നത് ഉറപ്പാണ്.